ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇൻസ്പയർഡ് സോൾസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പങ്കുവയ്ക്കുന്ന വിഷയമെന്ന് പറയുന്നത് ഇന്ത്യൻ റിലീജിയൻസിനെ കുറിച്ചാണ്. നമുക്കറിയാം, ഇപ്പോൾ നമ്മൾ കന്യാകുമാരി മുതൽ കാശ്മീർ വരെ യാത്ര ചെയ്യുകയാണെങ്കിൽ പലതരം റിലീജിയൻസിൽ വിശ്വസിക്കുന്ന ആളുകളെ നമുക്ക് കണ്ടുമുട്ടാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ ഇന്ത്യ എങ്ങനെയാണ് മറ്റു രാജ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിരിക്കുന്നത്? മറ്റു രാജ്യങ്ങളെല്ലാം ഓരോ തരം റിലീജിയൻസ് ഹോൾഡ് ചെയ്യുമ്പോൾ നമ്മുടെ ഇവിടെ പല കൾച്ചേഴ്സ് ഉള്ളതുപോലെ പല റിലീജിയൻസും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഹിന്ദുയിസമുണ്ട്, ബുദ്ധിസമുണ്ട്, ജൈനിസമുണ്ട്, സൊറസ്ട്രിയാനിസമുണ്ട്, പാഴ്സിസമുണ്ട്, സിക്കിസമുണ്ട്, ക്രിസ്ത്യാനിറ്റി ഉണ്ട്. അങ്ങനെ പലതരം റിലീജിയൻസ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ എവിടെ നിന്നാണ് ഈ റിലീജിയൻസിൻ്റെ എല്ലാം ഒറിജിൻ? അതാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത്. ഇൻഡസ് വാലി സിവിലൈസേഷൻ്റെ കാലം മുതലേ ഇന്ത്യൻ സിവിലൈസേഷൻ, നമ്മുടെ ഇന്ത്യൻ കൾച്ചറിലുള്ള ആളുകൾ വിശ്വസിച്ചിരുന്നത് പൂർണ്ണമായിട്ട് ഹിന്ദുയിസത്തിലായിരുന്നു. അപ്പോൾ ഈ ഹിന്ദുയിസം വരുന്നത്, അതിൻ്റെ ഒരു പ്രാകൃത രൂപം എന്ന് പറയുന്നത് അത് പോളിതെയിസത്തിലാണ് മെയിനായിട്ട് ഊന്നിയിരുന്നത്. പോളിതെയിസം എന്ന് പറയുന്നത് ബിലീഫ് ഇൻ മെനി ഗോഡ്സ്. ഓക്കെ, അവർക്ക് വളരെയധികം ഗോഡ്സ് ഉണ്ടായിരുന്നു. ഇന്ന് കാണുന്ന ശിവൻ്റെ ഒരു പ്രാകൃത രൂപം അവർ ആരാധിച്ചിരുന്നു. അതോടൊപ്പം തന്നെ മണ്ണിനെയും കല്ലിനെയും അങ്ങനെയുള്ള കാര്യങ്ങളെ ആരാധിച്ചിരുന്നു. പിന്നെ മദർ ഗോഡസ് ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ആ റിലീജിയൻസിൻ്റെ ഒരു ഒറിജിൻ നമ്മൾ ഇൻഡസ് വാലി സിവിലൈസേഷനിൽ നിന്ന് തുടങ്ങുകയാണെങ്കിൽ കാണാനായിട്ട് സാധിക്കുക. പിന്നീട് പല ആളുകൾ നമ്മുടെ ഇന്ത്യയിലേക്ക് ഇൻവേഷൻ ചെയ്തപ്പോൾ, ഇപ്പോൾ മുഗൾസ് ആയാലും അങ്ങനെയുള്ള ആളുകളെല്ലാം ഇൻവേഷൻ ചെയ്തപ്പോൾ പലതരത്തിലുള്ള റിലീജിയൻസ് വന്നു. ഓക്കെ, അതിക്കെല്ലാം മുന്ന് നമ്മൾ ഇന്ന് കാണുന്ന ആ ഒരു ഹിന്ദുയിസം എന്ന് പറയുന്ന ആ ഒരു റിലീജിയൻ, അതിൽ പൂർണ്ണമായിട്ട് ഒരു കാസ്റ്റ് സിസ്റ്റം വരാനായിട്ട് ഇടയായി. കാസ്റ്റ് സിസ്റ്റത്തിന് ഭയങ്കര ഓവർ എംഫസൈസ് കൊടുക്കാനായിട്ടും ഇന്ന വ്യക്തി ഇന്ന ജോലിയെ ചെയ്യാവൂ, ബ്രാഹ്മിൻസിന് കൂടുതൽ എംഫസൈസ് കൊടുക്കാനായിട്ട് വന്നപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിലാണ് ബുദ്ധിസം വരുന്നത്. അപ്പോൾ ബുദ്ധിസത്തിൽ വിശ്വസിച്ച പല ആളുകളും, അതായത് ഹിന്ദുയിസത്തിൽ നിന്ന് പല ആളുകളും ബുദ്ധിസത്തിലേക്ക് വരികയും ബുദ്ധിസത്തിലേക്ക് വിശ്വസിക്കാനുള്ള ഒരു കാരണം മെയിനായിട്ട് ഒരു കാസ്റ്റ് സിസ്റ്റമായിരുന്നു. അപ്പോൾ ഈ കാസ്റ്റ് സിസ്റ്റത്തിന് എതിരെ അല്ലെങ്കിൽ ബദലായിട്ടാണ് ഇവർ ബുദ്ധിസത്തിലേക്ക് വരുന്നത്. ആ ബുദ്ധിസത്തിൽ അവർക്കൊരു തേയിസ്റ്റ് കൺസെപ്റ്റ് ഇല്ല, ഒരു ഗോഡ് കൺസെപ്റ്റ് ഇല്ലാത്തൊരു റിലീജിയനാണ് ബുദ്ധിസം എന്ന് പറയുന്നത്. ഒരു കൂട്ടർ ബുദ്ധനെ ഒരു മാർഗദർശിയായിട്ട് കാണുന്നു, മറ്റൊരു കൂട്ടർ ബുദ്ധനെ ദൈവമായിട്ട് കാണുന്നു. അപ്പോൾ മാർഗദർശിയായിട്ട് കാണുന്ന ആളുകൾ അത്തീസ്റ്റിക് ആയിട്ടുള്ള ഒരു പെർസ്പെക്റ്റീവാണ് അപ്രോച്ച് ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം നമുക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നീട് അതിങ്ങനെ ഉരുത്തിരിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് ഇന്ന് കാണുന്ന രീതിയിലുള്ള ബുദ്ധിസം, അത് നമുക്കറിയാം കൂടുതൽ അവർ പ്രാധാന്യം കൊടുത്തിരുന്നത് ബുദ്ധൻ കണ്ടെത്തിയ നിർവാണ, അല്ലെങ്കിൽ ഹിന്ദുയിസത്തിൽ കാണുന്ന പോലെ മോക്ഷ പോലെ അതിൽ ആ ഒരു ഫൈനൽ സ്റ്റേജ് എന്ന് പറയുന്നത് നിർവാണയാണ്. അപ്പോൾ നിർവാണയ്ക്കാണ് അവർ പ്രാധാന്യം കൊടുത്തിരുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ബുദ്ധിസത്തെ കുറിച്ചാണ്. ബുദ്ധിസം അതോടൊപ്പം തന്നെ നമുക്കറിയാം ഹിന്ദുയിസത്തിന് ബദലായിട്ട് വന്ന ഒരു റിലീജിയസ് ബിലീഫാണ്. അപ്പോൾ ബുദ്ധിസത്തിൽ കൂടുതൽ കണ്ടുവരുന്നത് ഒരു ടെൻഡൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു തെയിസ്റ്റിക് കൺസെപ്റ്റ് ഇല്ല കൂടുതലായിട്ടും. അപ്പോൾ അത് ആളുകൾക്ക് വളരെയധികം ഇഷ്ടപ്പെടുകയും അതിനോട് അട്രാക്റ്റഡ് ആവുകയും ചെയ്യുമ്പോൾ കൂടുതൽ ആളുകൾ അതിലേക്ക് ഫോളോവേഴ്സ് ആവുകയും ഒക്കെ ചെയ്തു. നമുക്കറിയാം ഗൗതമ ബുദ്ധയാണ് ഫൗണ്ടർ ഓഫ് ബുദ്ധിസം എന്ന് പറയാം. അതോടൊപ്പം തന്നെ ഉണ്ടായിരുന്ന മതങ്ങളായിരുന്നു ജൈനിസം, അങ്ങനെയുള്ള മതങ്ങൾ. അപ്പോൾ ഇതെല്ലാം തന്നെ നമ്മുടെ ഒരു ഇന്ത്യൻ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഉരുത്തിരിഞ്ഞു വന്ന ചില മതങ്ങളാണ് BC കാലഘട്ടങ്ങളിലേക്ക്. അത് നമ്മുടെ റിലീജിയസ് ബിലീഫ്സിനെ കുറേ അധികം സ്വാധീനിക്കുകയും കുറേ റിലീജിയസ് റിഫോർമേഷൻസ് നടക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് ഇൻവേഷൻസ് വഴിയായിട്ട് ഒക്കെ നമ്മുടെ ഇവിടേക്ക് കുറേ ഇൻവേഷൻസ് നടന്നിട്ടുണ്ട്. ഇപ്പോൾ ഗ്രീക്ക് ഇൻവേഷൻ നടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ മുഗൾ ഇൻവേഷൻസ്, ഓക്കെ, പിന്നെ അതോടൊപ്പം തന്നെ പോർച്ചുഗീസ്, ഫ്രഞ്ച്, പിന്നെ അവസാനം ബ്രിട്ടീഷേഴ്സ്, അങ്ങനെ പല ഇൻവേഷൻസ് വഴിയായിട്ടും പല മതങ്ങളും നമ്മുടെ ഭാരതത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. ക്രിസ്ത്യാനിറ്റി ഒരു ഉദാഹരണമാണ്. അതോടൊപ്പം തന്നെ മുസ്ലിം റിലീജിയൻ, ഓക്കെ, ജുഡയിസം, അതൊക്കെ ഉദാഹരണങ്ങളാണ്. അപ്പോൾ ഈ ജുഡയിസം എന്ന് പറയുന്നത് ജുഡയിസം, ക്രിസ്ത്യാനിറ്റി, അല്ലെങ്കിൽ മുസ്ലിം എന്നൊക്കെ പറയുന്നത് ഒരു സെമറ്റിക് റിലീജിയൻസ് ആണെന്നാണ് ഇതൊക്കെ അറിയപ്പെടുന്നത്. കാരണം ഇതെല്ലാം വരുന്നത് അതായത് നോർത്ത് ആഫ്രിക്കൻ അല്ലെങ്കിൽ ഈസ്റ്റ് ഏഷ്യൻ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന മതങ്ങളാണ്. പിന്നീട് ക്രിസ്ത്യാനിറ്റിയൊക്കെ യൂറോപ്പിൽ കൂടുതലായി ഫ്ലറിഷ് ചെയ്യപ്പെടുകയും അല്ലെങ്കിൽ മുസ്ലിം കുറേ അറബ് കൺട്രീസിൽ ഫ്ലറിഷ് ചെയ്യപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ അങ്ങനെ വളരെ ഒരു റിച്ച് ബാക്ക്ഗ്രൗണ്ട് നമ്മുടെ ഒരു ഇന്ത്യൻ റിലീജിയസ് സിസ്റ്റത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരു ഇവല്യൂഷൻ ഓഫ് റിലീജിയൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇൻഡസ് വാലി സിവിലൈസേഷനിൽ നിന്ന് തുടങ്ങുകയാണെങ്കിൽ ഇന്ന് വരെ എത്തി നിൽക്കുന്ന ഒരു റിലീജിയസ് ഇവല്യൂഷൻ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അതോടൊപ്പം തന്നെ സിഖ് റിലീജിയൻ ഉരുത്തിരിഞ്ഞതൊക്കെ, അപ്പോൾ മുസ്ലിംസ് ആയിരുന്ന
പഞ്ചാബ് ആ ഭാഗത്തൊക്കെ ഉണ്ടായിരുന്ന ഒരു ആളുകൾ പിന്നീട് ഗുരു നാനാക്ക് എന്ന റിഫോമർ വഴിയായിട്ട് മുസ്ലിം സമുദായത്തിൽ നിന്നും മറ്റുമൊക്കെ മറ്റു മതങ്ങളിൽ നിന്നൊക്കെ ആളുകൾ സിഖുകാരായി മാറുകയും അങ്ങനെ ഒരു പുതിയ ഒരു റിലീജിയൻ വരികയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം കാലഘട്ടത്തിൻ്റെ മാറ്റത്തിനനുസരിച്ച് ഓരോ റിലീജിയസ് ബിലീഫ്സ് കടന്നു വരികയും ആളുകൾ അതിലേക്ക് വരികയും ഒക്കെ ചെയ്തു. അതുകൊണ്ട് തന്നെ ഇന്ന് ഇന്ത്യയിൽ നമുക്ക് വളരെയധികം റിലീജിയൻസിനെ കാണാനായിട്ട് സാധിക്കും. ഈ റിലീജിയസ് ബിലീഫ്സ് ഉള്ള ആളുകൾ എല്ലാവരും തന്നെ പല രീതിയിലുള്ള ബിലീഫ്സ് ഉണ്ടെങ്കിലും അവരെല്ലാവരും നാനാത്വത്തിൽ ഏകത്വം എന്നതുപോലെ ഒരുമിച്ച് വസിക്കുന്ന ഒരു വസുദൈവ കുടുംബകം എന്ന കൺസെപ്റ്റ് അർത്ഥവത്താക്കുന്ന രീതിയിൽ ആളുകൾ നിവസിക്കുന്ന ഒരു രാജ്യമായിട്ട് നമുക്ക് ഇന്ത്യയെ കണക്കാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്ത്യയിലെ ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകാൻ നമ്മുടെ ദേശീയ ഭാഷ ഹിന്ദിയാണെന്ന് പറയുകയാണെങ്കിലും പല ഭാഷകളും പല റിലീജിയനും പല കൾച്ചറുകളും പല സ്റ്റൈലുകളുമുള്ള ആളുകളെയാണ് നമുക്ക് കണ്ടുമുട്ടാനായിട്ട് സാധിക്കും. നമ്മൾ ജർമ്മനി പോവുകയാണെങ്കിൽ ഫുള്ള് ജർമ്മൻ സംസാരിക്കുന്ന ആളുകളായിരിക്കാം, ചൈനയിൽ ചൈനീസ് ആയിരിക്കാം, പക്ഷേ മറ്റ് യൂറോപ്യൻ കൺട്രീസിൽ ചിലത് ഇംഗ്ലീഷ് സംസാരിക്കുന്ന സ്ഥലങ്ങളായിരിക്കും. പക്ഷെ നമ്മൾ ഇന്ത്യയിൽ വരികയാണെങ്കിൽ ഈ പലതരത്തിലുള്ള മതങ്ങളും ഭാഷകളും പലതരത്തിലുള്ള കൾച്ചറുകളും കണ്ടെത്താനായിട്ട് സാധിക്കും. അപ്പോൾ അതിൽ റിലീജിയനും കൂടെ ഒരു പങ്കുള്ളതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതൊരു മനുഷ്യൻ്റെ ബിലീഫ് സിസ്റ്റത്തെ നിലനിർത്തി കൊണ്ടുപോകുന്ന ഒരു സംവിധാനം ഈ റിലീജിയൻസിലെല്ലാം കാണാനും അതോടൊപ്പം തന്നെ ആളുകളെല്ലാം ഒരു കോ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു സംഭവമായി പ്രതിഭാസമായിട്ട് നമുക്കിവിടെ കാണാനുമായിട്ടും സാധിക്കും. സോ താങ്ക് യു ഡിയർ ഫ്രണ്ട്സ്.